അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങി ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു നിമിഷം പോലും അവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല. എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വെച്ച് പിടിക്കുക എന്നുള്ളൊരു മനസ്സാണ്. എന്താണെന്നറിയില്ല, പണ്ടൊക്കെ ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയമൊക്കെ എടുത്തായിരുന്നു വീട്ടിൽ പോകുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാവോ അത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണമെന്നാണ്. ഒരു കുടുംബവും കുഞ്ഞായ്മയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നത്. സോറി, കുഞ്ഞായ്മയല്ല കേട്ടോ, കുട്ടി ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, ക്ഷമി. അങ്ങനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള പുറപ്പാടാണ് ഈ കാണുന്നത്. ഇത്രയും സ്പീഡിലൊന്നും അല്ല കേട്ടോ, ഞാൻ ഇത്തിരി സ്പീഡിൽ ഓടിച്ചു വിട്ടതാണ്. വെറുതെ നിങ്ങൾക്ക് ലാഗ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിനോടുള്ള ആത്മാർത്ഥതയെക്കാളും കൂടുതലുണ്ടല്ലോ എനിക്ക് എൻ്റെ കെട്ടിയോനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കെട്ടിയോനെ സൂചിപ്പിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും കെട്ടിയോൻ മനസ്സിലാക്കട്ടെ, കെട്ടിയോനെ അമിതമായി സ്നേഹിക്കുന്നൊരു ഭാര്യയാണ് ഞാൻ. ഇനി വല്ല ഗിഫ്റ്റ് വല്ലതും കിട്ടിയാലോ, മറ്റേ സിനിമയിൽ സലിംകുമാർ പറഞ്ഞ പോലെ ബിരിയാണി വല്ലതും കിട്ടിയാലോ. അതല്ലേലും ഉണ്ടല്ലോ, നമ്മൾ പെണ്ണുങ്ങളുടെ സൂപ്പീരി വീഴുന്നവരാന്ന് ഈ ഒട്ടുമിക്ക ആണുങ്ങളും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് സൂപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിൽ ചെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സൂര്യൻ ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ട് രാത്രിയൊന്നും ആയില്ല. പക്ഷേ ഇവിടെ സമയം വൈകുന്നേരം 7:30 കഴിഞ്ഞു. ഇത്രയും മണിക്കൂറും എന്നെ കാണാതിരുന്നിട്ട് എൻ്റെ കുരിപ്പിൻ്റെ മുഖത്ത് എന്തെങ്കിലും സന്തോഷം ഉണ്ടോയെന്ന് നോക്കി. എന്താ അഭിനയം! ഭരത് ഗോപി മാറി നിൽക്കും, ഭരത് ഗോപി. ഇന്നത്തെ ദിവസം മൊത്തം ഇത് തന്നെ ആയിരുന്നായിരിക്കുമല്ലോ.